ഹായ് ഓൾ, മധുരം ഇഷ്ടമില്ലാത്ത ആരാണല്ലേ? നമ്മുടെ മക്കൾക്കൊക്കെ മധുരം വളരെ ഇഷ്ടമല്ല. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കി നോക്കി നോക്കൂ. വളരെ ടേസ്റ്റി മിൽക്ക് സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി 1 ലിറ്റർ പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 1/2 കപ്പ് ലെമൺ ജ്യൂസ്, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ആവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് പാൽപ്പൊടിയാണോ കയ്യിലുള്ളത് അത്. ഇവിടെ അമൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആൻഡ് ബ്യൂട്ടിഫുൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഒരു അടിക്കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിലൂടെ ഞാനിതാ 1 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ അതിലൂടെ ഇതാ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച ഉടനെ ഇതുപോലെ പിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ വൃത്തിയുള്ള തുണിയിലോട്ടിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് 2-3 തവണ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 1/4 ഗ്ലാസ് നമ്മുടെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പകുതിയായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പകുതിയിലാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. മറ്റേ പകുതി അവിടെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പകുതിയിൽ നമ്മൾ പഞ്ചസാരയുടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. ചിലപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇനി നമുക്കിതിലൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ ചെയ്യണം. കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്താൽ നമുക്കിതാ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഞാനിത് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എടുത്ത് വെച്ച മറ്റൊരു ഭാഗം കൊണ്ട് ഇതിനോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി എണ്ണ കൈ തടവിയതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് പാൽപ്പൊടിയിൽ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.